അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മളെടുത്ത ക്ലാസ് 10 ഇനി നമ്മൾ എടുക്കുന്നത് 11 സൂറത്തുൽ ആദിയാത്ത്. അപ്പോൾ ഈ സൂറത്ത് നമ്മൾ 10 ക്ലാസ് എടുത്തപ്പോൾ തജ്വീദിൻ്റെ ചെറിയ ഒരു നിയമങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്പം. അതെന്താണ്? ഇതാണത്. സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും നിയമങ്ങൾ പഠിച്ചു വരികയാണ്, തുടങ്ങുകയാണ്. അപ്പോൾ സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന്, അഥവാ സുക്കൂനുള്ള നൂന്. തെൻവീൻ എന്ന് പറഞ്ഞാൽ തെൻവീൻ ഫതഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്. അപ്പോൾ സുക്കൂനുള്ള നൂനിനും ഇതൊക്കെ തെൻവീനുകളാണ്. ഈ തെൻവീനിനും ചില നിയമങ്ങളുണ്ട്, 5 നിയമങ്ങളുണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. ഈ നിയമം ഞാൻ ഖുർആൻ്റെ അവസാനം ഓതിത്തന്നതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ പഠിക്കുന്ന നിയമവും ഓതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരും പഠിച്ചത്. അപ്പോൾ അത് ഓത്തിൽ വരാൻ ഓതിത്തരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക. സൂറത്തുൽ ആദിയാത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ലബ്ഹാ. വൽ ആദിയാതി ലബ്ഹാ. ഇവിടെ ലബ്ഹാ എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും പറഞ്ഞ് പഠിച്ച് എന്നുള്ളതൊക്കെ ശരിയായി വരുന്നുണ്ട്. വൽ എന്ന് പറയരുത്. വൽ ആദിയാതി ലബ്ഹാ. ഫൽ മൂരിയാതി ഖദ്ഹാ. ഫൽ മുഗീറാതി സുബ്ഹാ. فأثرن به نقعا. فوسطن به جمعا. إن الإنسان لربه لكنود. إن الإنسان لربه لكنود. وإنه على ذلك لشهيد. وإنه لحب الخير لشديد. ഇത് ഹീന കുറച്ച് നീട്ടാനാണ് കേട്ടോ ഇതിങ്ങനെ കൊടുത്തിക്കണത് കേട്ടോ. ഈ വാവൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കണം, ഈ കുട്ടി വാവൊക്കെ ഇതൊക്കെ ചെറുങ്ങനെ ഒന്ന് നീട്ടാനാണ്. കണക്കൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഒക്കെപ്പാടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെയാകും കേട്ടോ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഈ ഇത് വഖഫ് ചെയ്യുമ്പോൾ നിയമം ഉണ്ടല്ലോ. ഇത് വഖഫ് ചെയ്യുമ്പോൾ എന്താ നിയമം? ഈ ദാ എന്നുള്ള അക്ഷരം ദാൽ എന്തിൻ്റെ അക്ഷരമാണ്? ഖുതുബുജത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ കുറച്ച് കട്ടിയിൽ നിർത്തണം. വഇന്നഹു അലാ ദാലിക ലശഹീദ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഉണ്ടോ? ലശദീദ് എന്ന് പറയരുത്. ലശദീദ്. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. ഉണ്ടോ? ഖുബൂർ എന്ന് പറയരുത്, ഫിൽ ഖുബൂർ. ഇനി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കൂല കേട്ടോ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് അത്
പറഞ്ഞുകൊണ്ടെന്നാൽ നമുക്ക് ക്ലാസ് തീരൂല. أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور وحصل ما في الصدور وحصل സി ആകരുത് കേട്ടോ. وحصل ما في الصدور ما في الصدور صو وحصل ما في الصدور إن ربهم بهم يومئذ لخبير. നമ്മൾ ചിലപ്പോൾ ഇവിടെ എത്രയും കാലം ഓതിക്കുന്നത് യൗമഇദിൻ ലഖബീർ എന്നീകാരം. ഇവിടെ ലഖബീർ ഇർ എന്നുള്ള ഒരു ശബ്ദം വരണം. റാ രീ റു രീ എന്നുള്ള ശബ്ദം നല്ലോണം രീ കരി മരം എന്നുള്ള രീ ആകരുത്. അതിൻ്റെ മധ്യത്തിൽ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ ലഖബീർ. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കുക. വൽ ആദിയാതി ളബ്ഹാ فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. ഇവിടെ ഇന്ന റബ്ബഹും ബി കണ്ടോ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ബിഹിം എന്ന് പറയുമ്പോൾ ചുണ്ട് നല്ലോണം കൂടണം കേട്ടോ. ഇനി നമുക്ക് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും കുറച്ച് നിയമം പഠിക്കാം. സാക്കിനായ നൂന് ഞാൻ പറഞ്ഞല്ലോ, സുക്കൂനുള്ള നൂന്, ഇതൊക്കെ തൻവീനുകളാണ്. ഈ സാക്കിനായ നൂനിനും തൻവീനിനെയും ബാധിക്കുന്ന സാക്കിനായ നൂനിനും തൻവീനിനും ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകമായി 5 നിയമങ്ങളുണ്ട്. അൽ ഇൽഹാർ, ഒന്നാമത്തെ ഉദാഹരണം അൽ ഇൽഹാർ. ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇൽഹാർ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും രണ്ടാമത്തെ നിയമം. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും രണ്ടാമത്തെ നിയമം ഇഖ്ഫാ. എന്താണ് ഇഖ്ഫാ? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും മൂന്നാമത്തെ നിയമം ഇഖ്ലാബ്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നാലാമത്തെ നിയമം ഇദ്ഗാമുൻ ബിഗുന്ന. എന്താണ് ഇദ്ഗാമുൻ ബിഗുന്ന? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും അഞ്ചാമത്തെ നിയമം ഇദ്ഗാമുൻ ബിലാഗുന്ന. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും അഞ്ചാമത്തെ നിയമം ഇദ്ഗാമുൻ ബിലാഗുന്ന. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി. ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാമുൻ ബിഗുന്ന, ഇദ്ഗാമുൻ ബിലാഗുന്ന. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്കത് ഓത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി പഠിക്കാത്ത, ഇത് മനപ്പാടാക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു നിയമത്തിലൂടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ഇത് കാണാതെ പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
ഖുർആൻ പഠിതാക്കളുണ്ടെങ്കിൽ 9405080857 ഇതിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഓതിത്തരണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അള്ളാഹു ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.